ഹലോ, ഞാനൊരു ഗ്യാപ്പായിട്ട് അപ്പോൾ വീഡിയോ ചെയ്തിട്ട് 10 ദിവസത്തോളം ആയി തോന്നുന്നുണ്ട്. ഇത് ഞാൻ വീണ്ടും സെയിമായിട്ട് ഒരു അവസരം കൂടി എനിക്ക് കിട്ടിക്കുക കേട്ടോ, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേച്ചി മീൻസ് അനിയത്തി വന്നിട്ടുണ്ട് വീട്ടിൽ. അവളാണ് എനിക്ക് സാരിയെ കൊടുത്തു തന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ സാരി, ബ്ലാക്ക് സാരി. എനിക്ക് അന്ന് എടുത്ത റെഡ് സാരിയേക്കാൾ ഒന്നുകൂടി ഇഷ്ടമായത് ഈ ബ്ലാക്ക് സാരി എടുത്തിട്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഈ കണ്ടവരെല്ലാം പറഞ്ഞത് ബ്ലാക്കാണ് ഒന്നുകൂടി നല്ല ഭംഗിയെന്ന് കേട്ടോ. അപ്പോൾ അനിയത്തി എന്നെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. അവൾക്ക് എത്ര ഒരുക്കിയിട്ടും മതിയാവണില്ല. അനിയത്തിയുടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് സീമയായിട്ട് റോളൊക്കെ ഞാൻ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തോ ഇനി ഞാൻ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യും കിട്ടിയാൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ എന്താ പറയുക, അതുമായി ഞാൻ പൊരുത്തപ്പെട്ടു. എനിക്കിപ്പോൾ ആ സ്റ്റേജ് ഫിയറൊക്കെ കുറച്ച് ദിവസം മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുള്ള പരിചയമോ സംഭവങ്ങളോ ഒന്നും എനിക്കില്ല. ഇപ്പോഴാണ് ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ആ സ്റ്റേജ് ഫിയർ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും അവസരങ്ങൾ കിട്ടാൻ ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത്. കാരണം നമുക്ക് ഇപ്പോഴാണ് ഞാൻ ലൈഫ് എന്താണെന്നും ആസ്വദിക്കാൻ തുടങ്ങിയതും എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജിമ്മിനൊക്കെ പോയ ശേഷം. നമുക്ക് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ടൈം ഒരു പക്ഷേ ഇതാണ് ഇപ്പോഴായിരിക്കും തോന്നുന്നത് എനിക്ക്. കാരണം എനിക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ ആയിരിക്കുമ്പോഴാണ് ജിമ്മിന് പോകാൻ തന്നെ തീരുമാനിച്ചത്. അവിടെ എത്തിയപ്പോൾ ഈ 1.5 വർഷം ഞാൻ ഒന്നിനും പങ്കെടുത്തില്ല. എനിക്ക് ഡാൻസ് അറിയില്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറി. എനിക്ക് ഈ വീഡിയോയുടെ സൗണ്ട് വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഇത് പറ്റുന്നില്ല. അപ്പോൾ ആ വീഡിയോ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. അവിടെ തന്നെ ഫുഡ് ഉണ്ട്, അമ്പലത്തിൻ്റെ വകയുള്ള ഒരു ഓഡിറ്റോറിയമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ഫുഡാണ്, നാരങ്ങ ലെമൺ റൈസ് ഇല്ല, അതാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അനിയത്തിയുള്ള കാര്യം നല്ല ഹാപ്പി കേട്ടോ. കാരണം അവൾക്കും എൻ്റെ ഇത് പെർഫോം ചെയ്യാൻ കാണാൻ പറ്റി. അപ്പോൾ അതും കൂടി ആയപ്പോൾ, കാരണം അവൾക്ക് അറിയാലോ ഞാനും കുഞ്ഞുനാൾ മുതൽ സ്റ്റേജിൽ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ധൈര്യമൊക്കെ വന്നു. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ മോള് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. മോള് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് നിന്നിട്ട് എൻ്റെ കൂടെ ജൈനായിട്ട് അഭിനയിച്ച ചേട്ടൻ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ടയേർഡായിട്ടോ. ഒന്നാമത് സാരിയുടെ ഇതൊക്കെ ഞാൻ ഫ്രില്ലൊക്കെ ഒന്ന് നയിച്ചിട്ടിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനർ ഞങ്ങളെ 2 പേരെയും കുറച്ച് ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറം വരെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ കുറച്ച് പിക്കൊക്കെ ഞാൻ ലാസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് തിരുവാതിരക്കാൽ തീവിൻ്റെ കൊടുത്ത ഫോട്ടോ ആണ് കേട്ടോ. എന്നാൽ ഡ്രസ്സിൻ്റെ എന്നൊന്നും ഓർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ കുറച്ച് നല്ല പിക്ക് കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വയം ഒരു നമ്മളെ തന്നെ ഭംഗി തോന്നുന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് എനിക്കിതിൽ തോന്നിയത്. എന്തായാലും സംഭവം ഉഷാറായിട്ട് ഇനിയും പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും ഒരു സീമ വേഷം കെട്ടാൻ സാധ്യതയുണ്ട്. പുതിയ വീഡിയോ ഇട്ട് ഉടനെ വരെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ.